Hi everyone, welcome to the topic Oedipus complex. I welcome all of you to the topic Oedipus complex. Oedipus complex, one of the concepts derived from the person Sigmund Freud, and the concept is connected to psychosexual development of a child between the ages 3 to 5. So it's a concept in psychoanalytic theory and it's from Freud, and he has written a beautiful work, Interpretation of Dreams. That's most important. You have to know that interpretation of dreams, and in that work he says about Oedipus complex too. So Oedipus is actually a Greek legend, ഒരു ഗ്രീക്ക് മിത്തോളജിയിലുള്ളൊരു ക്യാരക്ടറാണ് ഇഡിപ്പസ്. സോ 3 മുതൽ 5 വയസ്സ് വരെ ഒരു കുട്ടി നേരിടുന്ന സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള സ്റ്റേജ്, ആ സ്റ്റേജുമായി ബന്ധപ്പെട്ടാണ് ഇഡിപ്പസ് കോംപ്ലക്സിനെ ഫ്രോയിഡ് പരിചയപ്പെടുത്തി തരുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓൺ സെക്ഷൽ ഡിസയർ, സെക്ഷൽ അട്രാക്ഷൻ ഓഫ് എ ചൈൽഡ് ഓർ ഓഫ് എ കിഡ് and who is in between 3 to 5 years old. So let's have a look at the definition of Oedipus complex first. So Oedipus complex means what? A boy is fixated on his mother and competes with his father for maternal attention. So it's completely based on gender. It completely based on psychosexual development of a child, of a person, that we have to we were to actually completed this stage. We actually overcame the stage, Oedipus complex stage. So we can see opposite is the Electra complex, the attraction of a girl to her father and a rivalry with her mother. So Oedipus complex നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ആൺകുട്ടിക്ക് കുട്ടിയുടെ അമ്മയോടുള്ള ഒരു അട്രാക്ഷനാണ്, ഒരു അഫക്ഷനാണ് കാണാൻ പറ്റുന്നത്. മദർ ഫിക്സേറ്റഡ് ആണ് ഇവിടെ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇഡിപ്പസ് കോംപ്ലക്സ് അതിൻ്റെ നേരെ മറ്റൊരു വശം, അതിൻ്റെ ഒരു ഫീമെയിൽ ആസ്പെക്റ്റ് ഇലക്ട്ര കോംപ്ലക്സ്. ഇലക്ട്ര എന്നുള്ള വ്യക്തിയും ഒരു ഗ്രീക്ക് മിത്തോളജി ക്യാരക്ടറാണ്, ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് ഇലക്ട്ര. പക്ഷേ ഇഡിപ്പസ് എന്നുള്ളത് ഒരു മെയിൽ ക്യാരക്ടറാണ്. ഇഡിപ്പസ് റെക്സ് എന്നുള്ള ഡ്രാമയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഇഡിപ്പസ് എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊല്ലുകയും അമ്മയെ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഇഡിപ്പസ്. സോ ആ ഒരു തിയറിയിൽ നിന്നുമാണ്, ആ ഒരു സ്റ്റോറിയിൽ നിന്നുമാണ് ഫ്രോയിഡ് ഈ ഒരു തിയറി ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്ര കോംപ്ലക്സ്, ഇലക്ട്ര എന്നുള്ളതൊരു ഗ്രീക്ക് മിത്തോളജി ക്യാരക്ടറാണ്. ഓക്കെ, സോ അവിടെ നടക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഐ മീൻ ഒരു ഇലക്ട്രയുടെ അമ്മ ഒരു കാമുകനെ സ്വന്തമാക്കുകയും ആ കാമുകനും ഇലക്ട്രയുടെ അമ്മയും ചേർന്ന് ഇലക്ട്രയുടെ അച്ഛനെ വധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രയും ഇലക്ട്രയുടെ സഹോദരനും ചേർന്ന് സ്വന്തം അമ്മയെയും ആ കാമുകനെയും വധിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ആക്ച്വലി ദ സ്റ്റോറി ബിറ്റ്വീൻ ഇലക്ട്ര ആൻഡ് ഇഡിപ്പസ് കോംപ്ലക്സ്. സോ ദ അട്രാക്ഷൻ ഓഫ് എ ഗേൾ to her father and a rivalry with her mother. അപ്പോൾ ഇഡിപ്പസ് കോംപ്ലക്സിൽ നമുക്ക് ഒരു ആൺകുട്ടിക്ക് അച്ഛനോട് വെറുപ്പും അച്ഛനോട് വിരോധവും അമ്മയോട് സ്നേഹവും ഉള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇലക്ട്ര കോംപ്ലക്സിലോട്ട് വരുമ്പോൾ ഒരു പെൺകുട്ടിക്ക് അമ്മയോട്, ഐ മീൻ സെയിം സെക്സ് കാറ്റഗറിയോട് വെറുപ്പും വിദ്വേഷവും, ഓപ്പോസിറ്റ് സെക്സ് കാറ്റഗറി ഐ മീൻ ഫാദറിനോട് ഒരു അഫക്ഷനും ഒരു അട്രാക്ഷനും ഒക്കെയാണ് ഇലക്ട്ര കോംപ്ലക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇഡിപ്പസ് കോംപ്ലക്സ് ഈ പുട്ട് ഫോർവേഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്, ബട്ട് ഇലക്ട്ര കോംപ്ലക്സ് ഈസ് പുട്ട് ഫോർവേഡ് ബൈ കാൾ ജങ്, നോട്ട് സിഗ്മണ്ട് ഫ്രോയിഡ്. ഇപ്പോൾ ഇഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ളതൊരു ഫ്രോയിഡിയൻ കോൺസെപ്റ്റാണ്, പക്ഷേ ഇലക്ട്ര കോംപ്ലക്സ് എന്നുള്ളത് നോൺ ഫ്രോയിഡിയൻ കോൺസെപ്റ്റാണ്. കാൾ ജങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇലക്ട്ര കോംപ്ലക്സ്. ഓക്കെ, സോ ദ ടേം ഇഡിപ്പസ് കോംപ്ലക്സ് വാസ് കോയിൻഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ് ഇൻ ദ സൈക്കോഅനാലിറ്റിക് തിയറി. സോ ഇവിടെ കാണാൻ പറ്റും ഒരു ചെറിയ ആൺകുട്ടിക്ക് 3 മുതൽ 5 വയസ്സ് വരെ
പ്രായമുള്ള ഒരു ചെറിയ ആൺകുട്ടിക്ക് അമ്മയോട് ഉള്ള ഒരു അഫെക്ഷൻ, അമ്മയോടുള്ള ഒരു അട്രാക്ഷനെയാണ് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇൻ സെക്ഷൽ ആസ്പെക്ട്, സെക്ഷൽ ഡെവലപ്മെൻറ്റ്, ഐ മീൻ ജെൻഡർ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ ഫ്രോയിഡ് പറയുന്നത്. സോ ദ Oedipus complex named after the mythical figure Oedipus Rex, who unwittingly murdered his father and married his mother. അപ്പോൾ ഇഡിപ്പസ് റെക്സ് എന്നുള്ള ഡ്രാമയിൽ നടക്കുന്നത് അവിചാരിതമായി തൻ്റെ അച്ഛനെ കൊല്ലുകയും ഒരു യുദ്ധത്തിൽ അതിനുശേഷം അമ്മയെ വിവാഹം കഴിക്കുകയും ആണ് ഇഡിപ്പസ് ചെയ്യുന്നത്. ഒരു വലിയൊരു സ്റ്റോറിയാണ് ഇഡിപ്പസ് റെക്സ്. സോ ആ ഒരു സ്റ്റോറിയിൽ നിന്നുമാണ് ആക്ച്വലി ഫ്രോയിഡിന് ഈ ഒരു കോൺസെപ്റ്റിനുള്ള ഒരു ഇൻഫ്ലുവൻസ്, ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ പറയുന്നത് ഡിസയർ ഓഫ് സെക്ഷൽ ഇൻവോൾവ്മെൻറ്റ് വിത്ത് പാരൻ്റ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. ഇഡിപ്പസ് കോംപ്ലക്സിലും ഇലക്ട്ര കോംപ്ലക്സിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസയർ ഓഫ് സെക്ഷൽ ഇൻവോൾവ്മെൻ്റ് ആണ്. സെക്ഷൽ ഇൻവോൾവ്മെൻറ്റിൽ ആവാനുള്ള ആ ഒരു കുട്ടിയുടെ ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ ആഗ്രഹം വിത്ത് പാരൻ്റ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്, നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള പാരൻറ്റുമായിട്ട് സെക്ഷൽ ഇൻവോൾവ്മെൻറ്റിൽ ആവാനുള്ള ഒരു ആഗ്രഹത്തെയാണ് ആക്ച്വലി ഈ ഒരു ഇഡിപ്പസ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്ര കോംപ്ലക്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാ കുട്ടികളും എല്ലാവരും കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ആണെന്നാണ് ഫ്രോയിഡും കാൾ ജംഗൊക്കെ പറയുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ബിഹേവിയർ. മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണിത്. ആൻഡ് ദിസ് സ്റ്റേജ് എൻഡ്സ് വെൻ ചൈൽഡ് റിയലൈസസ് പാരൻറ്റ് ആസ് ടു സെക്സസ്. ആക്ച്വലി 5 വയസ്സ് കഴിയുന്നു, 6 വയസ്സാവുന്നു, 7 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ആ കുട്ടി റിയലൈസ് ചെയ്യുന്നു, കുട്ടി തിരിച്ചറിയുന്നു എന്ത് ആ ഒരു ബന്ധവും അല്ലെങ്കിൽ ആ ഒരു മൊറാലിറ്റിയും ആ ഒരു കാര്യങ്ങളൊക്കെ കുട്ടി തിരിച്ചറിയുകയും അതിനെ ഓവർകം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റേജ് എല്ലാവരും ഓവർകം ചെയ്തു വരുന്നു എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. സോ സൈൻ ഓഫ് ദ കോംപ്ലക്സ്. ആഫ്റ്റർ ഐഡൻറ്റിഫൈയിങ് their own gender, the child may also form some kinds of erotic attachment to the parent of the opposite sex. സോ കുട്ടി മനസ്സിലാക്കുകയാണ് ഞാനൊരു ആൺകുട്ടിയാണ്. അതിനുശേഷം കുട്ടിക്ക് മദറിനോടാണ് അട്രാക്ഷൻ വരുന്നത്. ഒരു പെൺകുട്ടി മനസ്സിലാക്കുകയാണ് ഞാനൊരു പെൺകുട്ടിയാണ്. ആ മനസ്സിലാക്കിയതിന് ശേഷം ആ കുട്ടിക്ക് അട്രാക്ഷൻ വരുന്നത് ഫാദറിനോടാണ്. ഐ മീൻ അട്രാക്റ്റഡ് ടു ദ ഓപ്പോസിറ്റ് സെക്സ്. They do not understand the act of sex but feel physical attraction when they think about the parent in question. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സെക്ഷൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സെക്സ് എന്നുള്ള ഒരു പോയിന്റിലോട്ടാണ് ഫ്രോയിഡ് വിരൽ ചൂണ്ടുന്നത്. അതിനോടുകൂടി നമ്മുടെ സൂപ്പർ ഈഗോ എന്നുള്ള ബിഹേവിയറൽ ആസ്പെക്റ്റിലോട്ടും ഫ്രോയിഡ് വിരൽ ചൂണ്ടുന്നുണ്ട്. ഒരേ സമയം they have jealousy for their same gender parent and compete for affection. സോ സെയിം ജെൻഡറിലുള്ള പാരൻറ്റിനോട് ഒരുതരം വിദ്വേഷവും അല്ലെങ്കിൽ ഒരുതരം വെറുപ്പൊക്കെയാണ് ഇവിടെ കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത്. ദ മദർ ബിക്കംസ് ആൻ ഐഡിയൽ ഓഫ് പെർഫെക്ഷൻ. ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്ക് തോന്നുന്നത് എൻ്റെ അമ്മയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും സുന്ദരി. അങ്ങനെ ഒരു സൈക്കോസെക്ഷൽ ആസ്പെക്റ്റിലോട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. സോ ഫ്രോയിഡ് ഇത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. So what's Electra complex? The Electra complex is a psychoanalytic term used to describe a girl's sense of competition with her mother for the affection of her father. That's Electra complex. ഒരു പെൺകുട്ടി അച്ഛനോട് നിരന്തരം വഴക്ക് കൂടുകയും അല്ലെങ്കിൽ അച്ഛനോട് നിരന്തരം ദേഷ്യം പ്രകടിപ്പിക്കുകയും അമ്മയോട് നിരന്തരം സെയിം സെക്സിലുള്ള പാരൻറ്റിനോട് നിരന്തരം ഒരു ജലസ് ഒരു ദേഷ്യം കാണിക്കുകയും ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള അച്ഛനോട് സ്നേഹം കാണിക്കുകയും വാത്സല്യം കാണിക്കുകയും ചെയ്യുന്ന ആ ഒരു വികാരത്തെയാണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് കാൾ ജംഗ് പറയുന്നത്. ഇലക്ട്ര കോംപ്ലക്സ് എന്നുള്ളത് കാൾ ജംഗിൻ്റെ തിയറിയാണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ. So Electra complex. The Electra complex is a psychoanalytic term used to describe a girl's sense of competition with her mother for the affection of her father. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡാഡ്, മം, സൺ, ഡോട്ടർ. സോ ഐ മീൻ ഡാഡ്, ഡോട്ടർ. ഈ ഡോട്ടറിൻ്റെ അഫെക്ഷൻ നേരെ പോകുന്നത് ഡാഡിലോട്ടാണ്. സെയിം സെക്സിലുള്ള മദറിലോട്ടല്ല, ഓപ്പോസിറ്റ് സെക്സിലുള്ള ഡാഡിലോട്ടാണ്. എന്നാൽ ഒരു സണ്ണിൻ്റെ അഫെക്ഷൻ നേരെ പോകുന്നത് ഓപ്പോസിറ്റ് സെക്സിലുള്ള മദറിലോട്ടാണ്, സെയിം സെക്സിലുള്ള ഡാഡിലോട്ടല്ല. സോ ദാറ്റ്സ് കാൾഡ് Electra complex. As well as in this picture you can read Oedipus complex too. Id, ego and superego. The Oedipus complex is a very controversial subject to many who believe it still affects us body today, while others believe that there is no effect at all. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു
ചർച്ചാ വിഷയമൊക്കെ നടന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഇഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ളത്. അതിൻ്റെ ഫീമെയിൽ വേർഷനായിട്ടുള്ള ഇലക്ട്ര കോംപ്ലക്സും. ഇപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് ഇതിൽ കാര്യമുണ്ട് എന്നാണ്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഇതിനെ തള്ളിക്കളയുന്നുണ്ട്. ഇതൊക്കെ വെറുതെയാണ്. ഐ മീൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബിഹേവിയറിൽ കാര്യമായിട്ടുള്ള ചേഞ്ചൊന്നും, അല്ലെങ്കിൽ ബിഹേവിയർ പടുത്തുയർത്തുന്ന സമയത്ത് അതിൽ കാര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നും ഈ ഒരു ഇഡിപ്പസ് കോംപ്ലക്സിന് ചെലുത്താൻ കഴിയുന്നില്ല എന്ന് മറ്റൊരു വിഭാഗം കാറ്റഗറി ഓഫ് സ്കോളേഴ്സ് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഹാർഡ് ടു സേ if it's a real thing since it begins and ends in the brain at such a young age. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ കാൾ ജംഗും ഫ്രോയിഡൊക്കെ പറയുന്നത് നമ്മുടെ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ ഇത് തുടങ്ങുകയും ഈ ഒരു സ്റ്റേജ് തുടങ്ങുകയും ഈ സ്റ്റേജ് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ മറ്റൊരു വിഭാഗം കാറ്റഗറി പറയുന്നു നമുക്കെന്താണ്, ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നിലനിൽക്കുമായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. Some social scientists believe that the Oedipus complex is a part of the id, that it's completely unconscious thought that and can't be controlled. അപ്പോൾ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ്, ഇഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ളത് നമ്മുടെ ഇഡ്, ഐ മീൻ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഇഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്, നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിൾസ്, സെക്ഷൽ, ലിബിഡൽ, ഹങ്കർ, തേഴ്സ്റ്റ്, ആങ്കർ, അങ്ങനെയുള്ള ആ ഒരു പ്ലഷർ പ്രിൻസിപ്പിളുമായി കണക്റ്റഡ് ആയി കിടക്കുന്നതാണ് ഇഡിപ്പസ് കോംപ്ലക്സ് എന്നാണ് ഒരു കാറ്റഗറി ഓഫ് സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. വൈൽ അതേഴ്സ് ബിലീവ് ദാറ്റ് ഇറ്റ് കുഡ് ബി എ പാർട്ട് ഓഫ് ദ ഈഗോ ബീയിങ് സംതിങ് ദാറ്റ്സ് കൺട്രോളബിൾ ആൻഡ് ഓൺലി സം എക്സ്പീരിയൻസ് ഇറ്റ്. പക്ഷെ മറ്റു ചിലർ പറയുന്നത് എന്താ, ഇഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു സ്റ്റേജ് എന്നുള്ളത് പാർട്ട് ഓഫ് ഈഗോ ആണ്. ഈഗോ മീൻസ് കോൺഷ്യസ് മൈൻഡ്, യു ക്യാൻ സീ. ഓക്കെ, റിയാലിറ്റി പ്രിൻസിപ്പിൾസ് ആണ്. കാരണം ഫാക്റ്റും പുറത്തുള്ള എക്സ്റ്റേണൽ വേർഡും, ഐ മീൻ റിയാലിറ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു പ്ലഷർ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഈഗോ, കോൺഷ്യസ് മൈൻഡ്, നമ്മൾ പറയാറില്ല അവൻ്റെ ഈഗോയാണ് പ്രശ്നം. ഐ മീൻ ബോധപൂർവമുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈഗോ ഐ മീൻ കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സാണ് ഈഗോയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക. സോ അപ്പോൾ മറ്റ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് നമ്മുടെ ബോധമനസ്സുമായിട്ട് അല്ലെങ്കിൽ ഈഗോയുമായിട്ട് കണക്ട് ചെയ്തിട്ട് കിടക്കുന്നതാണ്, നമുക്കതിൽ കൺട്രോൾ കൊണ്ടുവരുത്താം. പക്ഷേ ചില ആളുകൾ അത് കൺട്രോൾ വരുത്താൻ കഴിയാതെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്, കുറച്ച് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. The son feels obliged to love only one woman, that it is mother, ഇഡിപ്പസ് കോംപ്ലക്സ്. അപ്പോൾ ഇഡിപ്പസ് കോംപ്ലക്സിലോട്ട് വരുമ്പോൾ ഒരു ആൺകുട്ടി സ്നേഹം കൈമാറാൻ ഏറ്റവും ബെസ്റ്റ് സ്വന്തം അമ്മയാണെന്നാണ് വിചാരിക്കുന്നത്. ദ ഡോട്ടർ ഈസ് ഇൻ ലവ് വിത്ത് ഹെർ ഫാദർ ഇൻ ഇലക്ട്ര കോംപ്ലക്സ്. ഓക്കെ, ഫ്രോയിഡിയൻ ട്രഡീഷണൽ ലവ് ബിഗിൻസ് വിത്ത് ഇന്നസെൻറ്റ് ആൻഡ് ദെൻ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു കാമൽ ഇമോഷൻ വിത്ത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്. സോ ഫ്രോയിഡിൻ്റെ പല കോൺസെപ്റ്റുകളും, അല്ലെങ്കിൽ ഫ്രോയിഡ് പറയുന്നത് ഇന്നസെൻറ്റ് ആൻഡ് ദെൻ ഗെറ്റ് ട്രാൻസ്ഫോംഡ്, മനുഷ്യൻ്റെ സ്നേഹം വളരെ ഇന്നസെൻറ്റ്, വളരെ നിഷ്കളങ്കമായിട്ട് ആണ് അത് ഡെവലപ്പായി വരുന്നത്, അത് ജനിച്ചു വരുന്നത്, ആ സ്നേഹം ജനിക്കുന്നത് വളരെ നിഷ്കളങ്കതയിലാണ്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഇൻ ടു കാമൽ ഇമോഷൻ വിത്ത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്, ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ട്രാൻസ്ഫോംഡ് ടു ഫിസിക്കൽ ആസ്പെക്റ്റ്. അതിനുശേഷം ആ സ്നേഹം ഫിസിക്കൽ ലെവലിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ വലുതാകും തോറും എന്നാണ് ആര് പറയുന്നത്, ഫ്രോയിഡ് പറയുന്നത്. So let's have a look at the difference between Oedipus complex and Electra complex. Oedipus complex is let me zoom it. Oedipus complex is a Freudian concept that it describes a child's sexual desire for the parent of the opposite sex and a sense of rivalry with the parent of the same sex. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, സ്വന്തം സെക്സിലുള്ള പാരൻറ്റിനോടൊരു റിവാൽറി, ഒരു ദേഷ്യവും ഓപ്പോസിറ്റ് സെക്സിലുള്ള പാരൻറ്റിനോടൊരു സെക്ഷൽ അട്രാക്ഷനും തോന്നുന്നതാണ് ഇഡിപ്പസ് കോംപ്ലക്സ്. But Electra complex is a non-Freudian concept that describes a girl's adoration and attraction to their fathers and resentments, hostility and rivalry towards their mother. അപ്പം അമ്മയോടൊരു വിദ്വേഷം, അമ്മയോടൊരു വെറുപ്പും ഒരു വിരോധവും ഒക്കെ തോന്നുകയും ഒരു പെൺകുട്ടിക്ക് അച്ഛനോട് ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുകയും ചെയ്യുന്നതിനെയാണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇഡിപ്പസ് കോംപ്ലക്സ് is introduced by Freud in 1899. But Electra complex is introduced by Carl Jung as a female counterpart of Oedipus complex. That you have to understand, that's very important. Oedipus complex is a Freudian concept, but Electra complex is a non-Freudian concept. It's a forward
It put forwarded by Carl Jung. So Oedipus complex is traditionally used to describe a boy's attraction towards the mother and a sense of rivalry with father. So Electra complex describes a girl's attraction towards the father and a sense of rivalry with mother. I think you got an idea about Oedipus complex and Electra complex. It's very easy to understand in a sense. So Oedipus complex, boys experience castration anxiety. ഭയങ്കരമായിട്ടുള്ളൊരു ആങ്സൈറ്റി ബോയ്സ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും കടന്നു പോവുകയും എല്ലാ മനുഷ്യരും ആ സ്റ്റേജിലൂടെ കടന്നു പോവുകയും ആ സ്റ്റേജ് ഓവർകം ചെയ്യുകയും ചെയ്യുന്നതാണ് ആര് പറയുന്നത്, ഫ്രോയിഡ് പറയുന്നത്. ഗേൾസ് എക്സ്പീരിയൻസ് പെനിസ് എൻവി. സോ അവിടെ സൈക്കോസെക്ഷലായിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷലായിട്ടുള്ള കുറച്ച് ഉള്ളിലൂടെ കുറച്ച് ഡീപ്പായിട്ടുള്ള ടോപ്പിക്കാണ് ഈ രണ്ട് പോയിന്റിലും നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് അത്രത്തോളം ഉള്ളിലോട്ട് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് ബേസ് ആയിട്ട് എന്താണ് ഈ ഇഡിപ്പസ് കോംപ്ലക്സ്, എന്താണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ Oedipus complex is a Freudian concept that describes a child's sexual desire for the parent of the opposite sex and a sense of rivalry with the parent of the same sex, while Electra complex is a non-Freudian concept that describes a girl's adoration and attraction to their fathers and resonance, hostility and rivalry. The same paragraph we discussed again. Okay, I put this image again to get clear to your mind. ഇത് നമുക്ക് വളരെ ക്ലിയർ ആവണം, കാരണം ഒരിക്കലും മാറിപ്പോകരുത്. ഇഡിപ്പസ് കോംപ്ലക്സ് ഇലക്ട്രാ കോംപ്ലക്സ് എന്നും ഇലക്ട്രാ കോംപ്ലക്സ് ഇഡിപ്പസ് കോംപ്ലക്സ് ആയിട്ടും ആ ഒരു ഐഡിയ ഒരിക്കലും നമുക്ക് മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇഡിപ്പസ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ ഫ്രോയിഡ് പറയുന്നത് ഇൻഫാൻറ്റൈൽ ന്യൂറോസിസ് എന്നൊക്കെയാണ്. ഇൻഫാൻറ്റൈൽ ന്യൂറോസിസ്. ഓക്കെ, അദ്ദേഹം പറയുന്നു ആ ഒരു ഭാഗം, പക്ഷേ അവിടെ ഒരു തടസ്സം കൊണ്ടുവരുന്നത് ആരാ? സൂപ്പർ ഈഗോയാണ്. ഓക്കെ, മനുഷ്യൻ്റെ സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രീകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഐഡിയൽ മൈൻഡ്, സോഷ്യലായിട്ട് നമ്മുടെ പ്രൈഡ്, വാല്യൂ, നമ്മുടെ മൊറാലിറ്റിയൊക്കെ കീപ്പ് ചെയ്യുന്ന നമ്മുടെ ആ മൈൻഡ്. ഓക്കെ, പ്രീകോൺഷ്യസ് മൈൻഡ്, അതായത് സൂപ്പർ ഈഗോ. ഈ സൂപ്പർ ഈഗോയാണ് നമ്മളുടെ ഈ ഒരു ഇമോഷനെ തടഞ്ഞു നിർത്തുന്നതെന്നാണ് ആര് പറയുന്നത്? ഫ്രോയിഡ് പറയുന്നത്. ആൻഡ് എവറി പീപ്പിൾ ഓവർകംസ് ഇഡിപ്പസ് കോംപ്ലക്സ്. ഈ ഒരു സ്റ്റേജ് എല്ലാവരും ഓവർകം ചെയ്യുന്നു. ആൻഡ് ഫ്രോയിഡ് പറയുന്നു ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ അച്ചീവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. മനുഷ്യൻ നേടിയതിൽ വെച്ച് ഏറ്റവും മികച്ച സോഷ്യൽ അച്ചീവ്മെൻറ്റ് എന്നുള്ളത് ഇഡിപ്പസ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രാ കോംപ്ലക്സിന് ഓവർകം ചെയ്ത് വിജയിച്ച് വരിക അല്ലെങ്കിൽ ഓവർകം ചെയ്യുക എന്നുള്ളതാണെന്നാണ് ആര് പറയുന്നത്? ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്ര ഈസ് എ ഗ്രീക്ക് മിത്തോളജിക്കൽ ക്യാരക്ടർ. ഓക്കെ, ഞാൻ പിക്ചറിൽ നോക്കിയിട്ടല്ല വായിക്കുന്നത്. ഇലക്ട്ര എന്നുള്ളതൊരു ഗ്രീക്ക് മിത്തോളജിക്കൽ ക്യാരക്ടറാണ്. നമ്മൾ പറഞ്ഞു ആ ഇലക്ട്ര എന്നുള്ള ആ ഒരു സ്റ്റോറിയിൽ നിന്നുമാണ്, അവരുടെ സ്റ്റോറിയിൽ നിന്നുമാണ് ഇലക്ട്രാ കോംപ്ലക്സ് എന്നുള്ളത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ആശയം കാൾ ജങ് കടമെടുത്തിട്ടുള്ളത്. പക്ഷേ ഇഡിപ്പസ് എന്നുള്ള മിത്തോളജി ക്യാരക്ടറിൽ നിന്നുമാണ് ഫ്രോയിഡ് ഇഡിപ്പസ് കോംപ്ലക്സിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ സബ്കോൺഷ്യസ്ലി സെക്ഷലി അറ്റാച്ച്ഡ് ടു ഫാദർ ഓർ മദർ, ഇതാണ് ആക്ച്വലി ഇഡിപ്പസ് ഓർ ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ പ്രീകോൺഷ്യസ് മൈൻഡുമായിട്ടാണ് ഇത് കണക്റ്റഡ്. നമ്മുടെ ബോധ മനസ്സല്ല, നമ്മൾ അറിയാണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ വരുന്നു എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. സോ ഫ്രോയിഡ് ഒരുപാട് സ്റ്റേജുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് മറ്റൊരു പോയിൻ്റാണ്, മറ്റൊരു ഏരിയയാണ്. അതിലൊരുപാട് സ്റ്റേജ്, ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റേജുകളെ കുറിച്ച് ഫ്രോയിഡ് പറയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഇഡിപ്പസ് കോംപ്ലക്സ് ആണ് നമ്മുടെ സിലബസിൽ കാര്യമായിട്ടുള്ളത്. ഓക്കെ, സോ ദ ഇലക്ട്രാ കോംപ്ലക്സ് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഫീമെയിൽ വേർഷൻ ഓഫ് ദ ഇഡിപ്പസ് കോംപ്ലക്സ്. ആൾവേസ് റിമെമ്പർ ദാറ്റ് ഫീമെയിൽ വേർഷൻ ഓഫ് ദ ഇഡിപ്പസ് കോംപ്ലക്സ് ഈസ് കാൾഡ് ഇലക്ട്രാ കോംപ്ലക്സ്. It involves a girl aged between 3 and 6 becoming subconsciously sexually attached to her father and increasingly hostile towards her mother. Carl Jung developed the theory in 1913. 1913 കാൾ ജങ് ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ ഫ്രോയിഡ് ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്നത് 1899. ഓക്കെ, അപ്പോൾ ഫ്രോയിഡിനും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ള തിയറി ഫ്രോയിഡ് കൊണ്ടുവന്നിട്ടും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇലക്ട്രാ കോംപ്ലക്സ് എന്നുള്ള തിയറി ലോകത്തിന് ആര് സംഭാവന ചെയ്യുന്നത്? കാൾ ജങ് സംഭാവന ചെയ്യുന്നത്. ഓക്കെ,
സോ ഇത്രയും കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ആൻഡ് ലെറ്റ് us meet again with a new topic. Thank you.